വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റൂല. ഞങ്ങൾ അതിനെ അടിമുടിയോളം ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇതിന് പിന്നെ ഫിസിക്സിനെ ഒന്ന് കേട്ടോളി, വിദ്യാർത്ഥികൾ കേൾക്കേണ്ട കാര്യങ്ങളാണിത്. ഫിസിക്സിനെ സംബന്ധിച്ചത് സൂര്യനെ ഞാൻ ചലിപ്പിക്കുന്നു. സൂര്യൻ ചലിക്കല്ല, അതിന്റെ ഓരോ ഭാഗങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അത് 12ാമത്തെ കൊല്ലത്തിലാണ് സൂര്യന്റെ ഒരു ചലനമുള്ളത്. സൂര്യനെ കാണാൻ കഴിയുന്ന, സൂര്യനെ ഗ്രഹണ സമയത്ത് നിരീക്ഷിക്കാൻ കഴിയുന്ന ക്യാമറ ഞാൻ നിർമ്മിക്കുകയും അതിവിടെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗ്രഹണം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് പെട്ടെന്ന് കുട്ടികൾക്ക് കാണിക്കാൻ പറ്റൂല, കണ്ണുപോയി പോകും. അപ്പൊ ആ ഗ്ലാസൊക്കെ വെച്ചിട്ടാണ് അതിൽ നോക്കേണ്ടത്. അപ്പൊ സൂര്യൻ എന്താണോ നടക്കണമെന്നുള്ളത് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാസ പറയുന്നത് എന്താണോ, സൂര്യൻ കത്തി ഒഴുകി ഒലിക്കുന്നതാണ്. അവിടെ കത്തുന്ന എണ്ണ എന്താണ്? അവിടെ നമ്മളൊരു എണ്ണ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ലോകരക്ഷിതാവ് ഈരിയം എന്ന് പറഞ്ഞ എണ്ണയെ കൊണ്ടാണ് സൂര്യൻ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്ര കൊല്ലം കത്താനുണ്ട് എന്നുള്ളതിന് ശാസ്ത്രീയ മേഖല ഇപ്പൊ പറയുന്നത് എന്താണ്? 1.5 ലക്ഷം കൊല്ലം ഇനിയും കത്താനുണ്ട് എന്നുള്ളതാണ്. അത് വരെ സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ അങ്ങാറ്റൊരു കാര്യമാണ്. ഞാനിൽ ഇടപെടാൻ തയ്യാറില്ല. അതൊക്കെ റബ്ബിന്റെ കാര്യങ്ങൾ ശാസ്ത്രം പറയുന്നത്. ഞാൻ ശാസ്ത്രത്തിന്റെ മേഖലയിൽ അഗാധമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങളിൽ പറയുന്നില്ല. പിന്നെ ഗണിതം നിങ്ങൾ ഖുർആനിൽ ഗണിതം ഉണ്ടോ നോക്കും. ഖുർആൻ വെറും ഗണിതമാണ്. ഓരോ ആയത്തിനും ഓരോ വർഷത്തിനും ഓരോ നമ്പറുകളും അതിനുള്ള ഓരോ അരക്കത്തിനും ഒരു എണ്ണങ്ങളുണ്ട്. അപ്പൊ ഗണിതമായോ അപ്പൊ 3 വിഷയമില്ലേ? യോഗനത്തെ പറയുന്നത് ഭൂമിയെ ഞാൻ പല തട്ടുകളാക്കി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞാൽ പല പാളികളാക്കിയെന്നാണ് ശാസ്ത്രം പറയുന്നത്. അല്ല, അങ്ങനെ പല തട്ടുകളായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയ, അമേരിക്ക, പിന്നെ ഇന്ത്യ, ഏഷ്യ. അപ്പൊ ഈ വക വർഷങ്ങളൊക്കെ എന്താണോ അത് ഏഷ്യയിലെ ഓരോ രാജ്യങ്ങൾ ഘട്ടങ്ങളായി കുറിച്ചു. ഇനിയിപ്പോ നിങ്ങളൊരു കേൾക്കാത്ത കാണാത്ത ഒരു ശാസ്ത്രവസ്തു നിങ്ങളോട് ഞാൻ പറയാൻ പോവുകയാണ്. ആഫ്രിക്ക 2ആയി പ്രവർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ മൊത്തം നടുക്കിലൊക്കെ ഒരു കടലിൽ രൂപാന്തരപ്പെടും. ഇന്നും നാളിയല്ല, 100 കണക്കിന് വർഷങ്ങൾക്ക് ചേർക്കും. അപ്പൊ ഭൂഖണ്ഡം ഒന്നും കൂടി കൂടും. അതേമാതിരിയാണ് ഈ ഭൂഖണ്ഡങ്ങൾ. അപ്പൊ ഖുർആൻ നിങ്ങൾ നല്ലോണം വായിക്കുക, ഓതുക, അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സദസ്സിനും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഞാൻ ഇല്ലാതെ ആശംസ നൽകിക്കൊണ്ട് ജയ്. നമ്മുടെ എക്സ്പീരിയൻസ് അവാർഡ് സെറമണിക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഈ പരിപാടിക്ക് ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സ്ഥലം MLA ജനാബ് ശ്രീ പി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അധ്യക്ഷ പ്രഭാഷണം നടത്തി, മറ്റു അനുഗ്രഹി പ്രഭാഷണം നടത്തിയ എല്ലാവർക്കും സ്ഥാപനത്തിന്റെ പേരിൽ കൃത്യമായ നന്ദി രേഖപ്പെടുത്തി എക്സ്പീരിയൻസ് അവാർഡ് സെറമണി പ്രോഗ്രാം ഇവിടെ വിരാമം കുറിക്കുകയാണ്. താങ്ക് യു ഫോർ ദിസ് സെഷൻസ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളും മിഠായി വാങ്ങുന്നവർ പെട്ടെന്ന് വാങ്ങിയിട്ട് വന്ന് സീറ്റിൽ വന്ന് ഇരിക്കണം. ആ കാര്യം പ്രത്യേകം ഡിസിപ്ലിൻ ഡ്യൂട്ടിയുള്ള ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസിപ്ലിൻ ഡ്യൂട്ടിയുള്ള ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികളും അവിടേക്ക് പോയാൽ ഒന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കൂല. ഡിസിപ്ലിൻ ഡ്യൂട്ടിയുള്ള ടീച്ചേഴ്സ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.贴掉，1个颜料啊，这颜料。
കുട്ടികളോട് റെഡിയാട്ടോ മാറ്റി മാറ്റി ഈ പീനർത്തല്ലേ ഈ ഗാമന്റെ എന്താ ചെറിയ കുട്ടികളൊപ്പല്ലേ എത്ര വേദിയിൽ സഅദിയ മോണ ആക്ട് സഅദിയ മോണ ആക്ട് അത് കഴിഞ്ഞാലുടൻ ഗാമ ടീം അവതരിപ്പിക്കുന്ന അറബിക് ഡാൻസ്. നമസ്കാരം.